हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव। हाय महादेव। तो दोस्तों, आज हम देखने वाले हैं समर इन बेथलेहम फिल्म को, जो कि 1998 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं सुरेश गोपी, जयराम, मोहनलाल, मंजू वारियर एंड कला भवन मनी। और दोस्तों, इस फिल्म को डायरेक्ट किया है सीबी मलयाली ने और इस फिल्म को लिखा है रंजीत ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूँ, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच समर इन बेथलेहम। लेट्स वॉच। രവി കിടന്ന് കൂവണ്ട, ഞാനിവിടെ ഉണ്ട്. എടാ മടിയൻ ചങ്കു, ൾക്ക് മുമ്പ് ശിലായുഗത്തിലെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഇത്തരം ജീവികളുടെ പുറത്ത് കയറി യാത്ര ചെയ്തിരുന്നു. എന്നിട്ടും ഈ കോവറുകൾ ഇതിനെ പുറത്ത് കയറി കൊച്ചു വിളപ്പാൻ ഇങ്ങനെ തേരാപാര ഓടിക്കുന്നത് ഇതൊരു മാതിരി പ്രിമിറ്റീവ് ഏർപ്പാടാ. എടാ തിരിച്ചു പോകുന്നത് നാക്കിനെ തള്ളി പറയരുത്. മാർക്ക് ആന്റണി എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഒരൊറ്റ പ്രസംഗം കൊണ്ടാ അങ്ങനെ റോമാക്കാര. ഞാൻ പോവാ. ഓ, ആ കുതിര എന്ത് മഹാപാപമാണോ ചെയ്തത്. घोड़ा दूसरे घोड़े के ऊपर घोड़ा क्या रहा है। बेथलेहम स्टेट, अच्छा बेथलेहम ये है। इसी पे मतलब मूवी बनी है। इस जगह का नाम होगा ना बेथलेहम। ആ നമസ്കാരം. ഇതല്ലേ ബദലഹം എസ്റ്റേറ്റ്? പുറത്ത് ബോർഡ് വെച്ചിരിക്കണ്ടില്ലേ? അതെനിക്ക് മനസ്സിലായി. പിന്നെ ഈ കുര്യർ അവിടെ നിന്ന് നടന്നു വരൂ. ആരെ രവിശങ്കർ? അയാൾ മോനായി. പണ്ട് മോളായിരുന്നു. शंकर के लिए आया वो എടോ courier। അല്ല, അച്ഛന് മോനായി. അപ്പൊ ഞാൻ रविशंकर को ढूंढ रहा हूँ। കരിമഞ്ചേരി ചായക്കടക്കാരന്റെ തന്തയാ. അപ്പൊ നിങ്ങളുടെ മോനാ ചെക്കൻ? എടോ കൊറിയേ, അയാൾ മോനായി. मोनाई। മാനേജർ ഓഫ് ബദലഹം എസ്റ്റേറ്റ്. കറക്റ്റ് അല്ല ഈ രവിശങ്കർ. അതിനെ എനിക്ക് വല്ല ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരനോട് വിളി, ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തോളാം. എടോ ഈ ഫാം ഇതല്ല ബോംബാണെങ്കിലോ? ബോംബാണിത് പൊട്ടുമറിയാലോ. നിന്റെ പേരിലാണ് പൊട്ടിച്ചാൽ നിനക്ക് മനസ്സിലാവട്ടെ ഞാൻ പൊട്ടിച്ചാന്ന്. ഇതെന്ത് പൂച്ചാ? रविशंकर ये तो नहीं हुआ जो घोड़े पे आ रहा है? ये हो सकता है ऐसे। എന്താണ്? സാർ, ഐ ആം ഫ്രം ഡയാന കൊരിയർ. ഒരുപാട് ദൂരം യാത്രയാണ് സാർ ഞാൻ വരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഏരിയയിൽ സർവീസ് ഇല്ല. ഇത് अच्छा बिल्ली है इसके अंदर। മൈ ഗുഡ്നസ്, ഇതാർക്കാ മിസ്റ്റർ രവിശങ്കറിന്? അടി ചങ്ക്. മോനായി പറഞ്ഞു കേക്ക്. जानता है ये रवि को, यार इसके दोस्त थे शायद, वही वाला ऐसा हो सकता है। ആരുടെ ചോദിച്ചതായി ഗൗൺ എടുത്തിട്ട്? इसका गाँव देना है, इसका नाम क्या रह रहे हैं? बिल्ली को दे रहा है। इसका नाम क्या है? अच्छा ये है रविशंकर शायद। എന്താ വല്ല ഫേസ് കട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? यही होगा। ആ പെട്ടിപ്പുറത്തുനിന്ന് ഒരു പട്ടി കടിച്ചെടുത്തോണ്ട് പോയി. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ. ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. ഞാൻ ചിരിച്ചോണ്ടിരിക്കണം. ഏയ്, ഏപ്രിൽ ഫോളിന് ജൂൺ മാസത്തിലല്ലേ ഉള്ളൂ. പോയി ये breakfast शायद डेनिस है എടുത്തേക്കണം. ना ഈ ये? പ്രശ്നം ഞങ്ങൾ കൈകാര്യം ചെയ്യலாம். और यही है शायद इसका मालिक। हाँ डेनिश था ना इसका मालिक। അംസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിച്ച. ഉച്ചയ്ക്ക് തിന്നാൻ ചിക്കൻ വേണമെങ്കിൽ പോയി മേടിച്ചോണ്ട് വരണം. अच्छा कुछ खत भी यार उसमें। ओ माय निन्ने? डियर हस्बैंड। മറ്റു മുറക്കുറിഞ്ഞികൾ അറിയാതെ ആദ്യം ഓടിയെത്തിയ താങ്ക്സ് ടു ദ കൊറിയർ സർവീസ് ബ്രാക്കറ്റിൽ ഹൈ പവർ എക്സ്ട്രാ ടെൻഷൻ ലൈൻ. इसी के लिए भेजा उसने। കുരിശാടാ. ये मिस्टर प्रकाश प्रकाश मूर्ति हो। 12, അതിലൊരു 5 വലുതാ. എന്ന് വെച്ചാ കെട്ടുപ്രായം എത്തിയത്. इसके अंकल की 12 लड़कियां हैं। വട്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതിൽ വല്ല ക്ലൂവും കാണും. പ്രേമത്തിന് പറ്റി कैसे लगाएगा उसमें?
ചൈന ഭാഷയാ ചൈനക്കാരി ഒരിക്കോ ഇതല്ലടാ കാസറ്റ് ഒരുങ്ങിയതാ. കുരുങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പോട്ടെ. ഒന്ന് ഇതെന്തിനാ ഈ കോപ്പ് നീയല്ലേ വാങ്ങിക്കൊണ്ടുവന്നത്? അതിനാ. അടിക്കാനുള്ള 2 സൈഡ് അടിച്ചല്ലോ അല്ലേ? वही खराब है कैसे ठीक है वो टेप रिकॉर्डर खराब हो गया. अच्छा फार्म हाउस है इनका. फार्म हाउस तो है दूध की बिक्री करते हैं यहाँ से. അവിടെ ഇല്ലേ മുതലാളി എന്താ കാര്യം? കാര്യം രവിശങ്കർ മുതലാളിയോട് നേരിട്ട് പറയാനുണ്ട്. रविशंकर ये तो रविशंकर. രവിശങ്കർ പറഞ്ഞു. ഇല്ല, ഞാൻ ബ്രോക്കർമാർ വഴി അറിഞ്ഞതാണ്. ഇവിടെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലല്ലോ. പശുവിനെ വിൽക്കുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല. ഇവിടുത്തെ ഒരൊറ്റ പശുവിനെ പോലും വിൽക്കാൻ ഉദ്ദേശമില്ല. അത്രയ്ക്ക് അങ്ങ് തർപ്പിച്ച് പറയാൻ നമ്മളാരാ? ഞാനാ ഇതിന്റെ ഓണർ. जी तो डेनिस जी ओनर. सभी समझते हैं कि रविशंकर है इसका ओनर. വേണ്ട, വിശ്വാസമുണ്ട്. അവരെ വിളിക്കുന്ന ഇയാളെ വിശ്വസിപ്പിക്കാനല്ല, പുറത്തേക്കുള്ള വഴി കാട്ടി തരാനാ. തന്നെയല്ലേ അറിയാം. അല്ല, അവിടെ കന്നുകാലികളാ? അല്ലല്ലോ, ആനയെ വളർത്തുന്ന സ്ഥലം. ഒന്ന് പോടോ. കുറ്റിയും പിടുന്നുണ്ട്. ലോക്ക്ഡ് ആണല്ലോ. എന്ന് ലോക്ക്ഡ് ആയതാണാവോ? ആ കുട്ടാ, അതുകൊണ്ടല്ലേ ഇതിന്റെയൊക്കെ ശരിക്കുള്ള ഓണേഴ്സ് ആരാന്ന് മനസ്സിലായത്. ആ കണ്ടത് ഡെന്നീസിന്റേത്, ഇത് കുട്ടൻ്റെത്. സുഖം. മോന്റെ ഫാമിന്റെ ഫോട്ടോ കണ്ടത് മുതൽ അമ്മ ഭയങ്കര ഹാപ്പിയാ. താക്കോലെടുക്കു കുട്ടാ, തുറക്കാം. Agro farm, goat farm, orchid garden, fruit garden, milk products, cattle farm. सारी चीजें बेचते हो. है कौन रविशंकर? भयंकर. रविशंकर ये तो है. നാലെണ്ണം വീശണം. यही है. എല്ലാത്തിനും മുമ്പ് എനിക്ക് ഇത് तो തുറന്ന് डेनिस है കാണണം. ना? डेनिस दूसरा था. अच्छा दूसरा था. दोनों का अलग फार्म है मतलब है. वो तो खाली है. ബ്യൂട്ടിഫുൾ. 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത എന്റെ കുട്ടാ. ശവത്തേല് ബ്ലേഡ് ऐसे बेको बनाने के लिए लगा रहे उसने. എടുത്തത്. ആ ഫാമിന്റെ ഫോട്ടോസ് അവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു. നമ്മുടെ കുട്ടൻ ഇത്രക്കങ്ങോട്ട് പുരോഗം. झूठ लिखा है. अच्छा इसकी माँ को पता नहीं चलना चाहिए. अपनी माँ से छुपा रखा है इसने. हाँ इसको ये बताता नहीं कि मेरा फार्म है. എന്താ എന്താണോ താനി എണ്ണുന്നത്? അല്ല 14 അല്ല 24 അല്ല 7. മുത്തശ്ശൻ കേണലായിരുന്നു കൊണ്ടേ ഇവിടെ ഒരു ടെന്റ് അടിക്കാനും ഉഴിക്കക്കൂസ് കുത്താനും ഒക്കെ നല്ല പരിചയം കാണും. താൻ എന്ത് തേങ്ങ മാരും തള്ളമാരും എല്ലാവരും വരുന്നു. पूरी फैमिली आ रही है. अच्छा കുട്ടാ, അപ്പൊ CID ये है ना वो डेनिस. ये यहाँ का ओनर डेनिस और प्रकाश रहा है. प्रकाश അയ്യ, ബത്ലഹേമിൽ ये താമസിക്കുന്ന डेनिस तो യൂത. तुम्हारा क्या है? എടാ, നന്ദി വേണോടാ, നന്ദി. ആ 2 അക്ഷരത്തിന്റെ അർത്ഥം നിനക്ക് അറിയോ? ഇല്ല. रविश. ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. പുളുന്തൻ ചങ്കു. ദൈവമേ, നിനക്കന്നൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ലായിരുന്നോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങും. മേട്ടുക്കുളത്തുനിന്ന് ബൈസൺ ഞാൻ ശ്രമിക്കാം. സാറ് സൂയിസൈഡ് പോവാണല്ലേ? മോനായി ചവിട്ടി കേറ്റി തരും ഞാൻ. മുത്തശ്ശനും മുത്തശ്ശിയും കസിൻ പിള്ളേരും എല്ലാരും കൂടി ഈ വെക്കേഷൻ ഇങ്ങോട്ട് വരുന്നു. हमारे आएंगे घर में. എടാ, അവരെത്ര പേരെ എങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണെന്ന് നിനക്കറിയോ? നീ ഭാഗ്യവാനാടാ. हाँ ये लकी है जो इसके पास इतने फैमिली है ना. അങ്കിൾസ്, ആന്റീസ്, इसके കസിൻസ്. पास तो है नहीं कुछ शायद. ഈ ഒരൊറ്റ കാര്യം अच्छा इसके नहीं कोई मतलब. തേടി വരാൻ ഒരു തെണ്ടി പോലും ഇല്ലല്ലോടെ. അതിന്റെ സുഖം നിനക്കറിയില്ല ചങ്കു. അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന പിക്ചർ, ആ പിക്ചർ അതുപോലെ തന്നെ നിലനിർത്താം. ഞാൻ ആരാണെന്നൊരു ചോദ്യം ഉണ്ടാവും. പാർട്ട്ണർ റിസ്ക് അല്ലടാ അത്. എന്തെങ്കിലും പൊളിഞ്ഞ നമ്മൾ പൊളിക്കില്ലടാ. പൊളിക്കും. നമ്മൾ ഉള്ള ദിവസം കൂടെ ഇപ്പൊ ഇതെന്താ
ഒരു കാലിത്തൊഴുത്തിന്റെ അനക്സ്. ഈ ഭൂലോകത്ത് ആരും തേടി വരാനില്ലാത്ത ഡെന്നെ പുൽക്കൂട് ഒരുക്കാറില്ലേ നമ്മൾ? अच्छा क्रिसमस के അതുപോലെ ഒരുക്കണം ഇവിടെ മുഴുവൻ. ഒന്നും ഒന്നും കുറഞ്ഞു പോകരുത്. ഓക്കെ ഓക്കെ സാർ. താങ്ക്സ് നിനക്കാണ് പറയേണ്ടത്. എന്റെ പേരിൽ സർനെയും എഴുതേണ്ടടുത്ത് കളയാൻ പോവാ. ഒരു ഒഴിവുകാലം മുഴുവൻ ഞാൻ സനാഥനാണ്. എനിക്ക് अब उसकी फैमिली को भी इसने अपना मान लिया, ऐसा लग रहा है मुझे ना. हाँ उसे अच्छा लग रहा है ना कि പിന്നെ ദാ ചങ്കു, पहली बार उसे मतलब മറ്റൊന്നുകൂടി നമ്മൾ മറന്നു. फैमिली देखने को मिलेगी. അവളും വരുന്നു. अब लड़की कौन होगी है അവൾക്കും സ്വാഗതം. ചുവന്ന जिसने वो खत भेजा था. गाड़ी देख. अच्छा आगे से दादा. ഫൈൻ മുത്തശ്ശ, മുത്തശ്ശൻ തനിച്ചോളടാ. തനിച്ചോ? ദാ വരുന്നു നിന്റെ 11 കസിൻ സിസ്റ്റേഴ്സ്. 11 लोग. ओ 11 बच्चे. ओ भयंकर, इतने सारे. सैलेड किया है. ഹായ്. ഹലോ. सॉरी. ओ माय गॉड. दादी. എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. എന്നാലും എന്റെ കുട്ടി, നിന്നെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് और देख വരാൻ. रहा और तो नहीं. Who is the gentleman? എന്റെ പാർട്ട്ണറാ. ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പിലെ ഈ ഫാം നടത്തുന്നത്. इवा. पैर छू रहा था. ഒരിക്കലും നമ്പർ എന്നാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. അല്ല, ഞാൻ മുത്തശ്ശനെ ഒന്ന് ബഹുമാനിക്കാൻ. അതിന് വേറെ വഴികളുണ്ടല്ലോ. അത് മുത്തശ്ശ. इनके पेरेंट्स कहाँ हैं इन बच्चों के? पता नहीं कहाँ है भी कि नहीं पेरेंट्स. इतने सारे बच्चे हैं, दादा दादी आ रहे बस. ഇത്രയും മനോഹരമായ ഒരു ഫാം വാങ്ങിയിട്ട് ഇതുവരെ നീ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാത്തതിൽ എനിക്ക് അല്പം വിഷമമുണ്ട്. അത് ഈ ഫാം. യെസ് യെസ്, അസലായിട്ടുണ്ട് കേട്ടോ മോനെ, മിടുക്കൻ. താങ്ക് യു മുത്തശ്ശി. ഇവൻ എന്റെ പേരക്കുട്ടിയാ. ഇവൻ ഇതല്ല. डेयरी फार्म. ദാ, നമുക്ക് പോവാം. ഇപ്പൊ എത്ര പശുക്കളുണ്ട്? उसे पता नहीं कुछ. 1000 ഇല്ല. भयंकर. കുറച്ച് ചത്തുപോയി. सास बोल रहा हूँ. അറിയാം. आगे बच्चे सारे इसमें आ गए. ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് കുറച്ചുണ്ട്, എന്നാലും നല്ല വർക്കറാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അഡ്ജസ്റ്റ്. അത് കരുതി. ഈ പെട്ടികളൊക്കെ എടുത്ത് ഒന്ന് അകത്തേക്ക് വെക്കാനുള്ള. ആ, ആ മോനായി എവിടെ? കണ്ടില്ല. മോനായി उसे कान में चिल्ला रहा. आगे मोना. ओ मैं वो क्या हो गया? നീ എവിടെയായിരുന്നു? രവിസാറിന് അന്വേഷിച്ച് രണ്ടുപേരും വന്നിരുന്നു. അവരെ കൊണ്ടാക്കാൻ പോയതാ. എല്ലാത്തിനും നിനക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ടാവുമല്ലോ. എന്റെ അന്വേഷിച്ച് ആര് വന്നു? ആ ബാങ്ക് മാനേജർ. अच्छा बैंक मैनेजर आ रखा है. लोन ले रखा था इन्होंने क्या? ओहो. രണ്ട് പുറകുവശത്ത് റോട്ടിലൂടെ കൊണ്ടാക്കാൻ പോയതാ. എന്താ ചെയ്ത് തെറ്റായോ? ഏയ് താങ്ക് യു. ഓക്കെ. जोर से बोल भी नहीं पा रहा उससे. पहले कैसे बोल മുത്തശ്ശ. रहा था? മുത്തശ്ശ. कपड़े चेंज कर रहे थे वो. क्लोजर डोर अंदर से कौन कर रहा? മുത്തച്ഛന്റെ മുറി അതായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്ക് ഈ മുറി കൊടുക്കാനല്ലടാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇവിടെ കടന്ന് കൂടുതൽ അറേഞ്ച് ചെയ്യാതെ താഴേക്ക് പോ. ഈ അറേഞ്ച്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്താ സാർ? കൊഴുപ്പിൽ ചാണകം വാരിയിട്ടില്ല, പോയി വാ. ഉയ്യോ, sorry. എന്താണ്? लोग ही घुसे हुए. उस आदत पड़ी है ना सब अंदर घुसने की. ആയിരുന്നോ? അങ്ങനെയുള്ളവർക്ക് ഈ കാലാവസ്ഥ ഒട്ടും പറ്റില്ല. ഇതൊന്നും അത്ര കാര്യമാക്കാനില്ലെന്നേ. എന്റെ കൂടെ ഹിമാലയം വരെ കയറിയിട്ടുള്ളവളാ ഇവള്.
വസൂരി ഗ്യാസ് ട്രബിൾ. അതുകൊണ്ട് അധികം നാൾ ഇവിടെ താമസിക്കാൻ കൊള്ളില്ല. മാക്സിമം 2 days. റിട്ടേൺ ടിക്കറ്റ്. യു ആർ മിസ്റ്റേക്കൻ. ഞങ്ങൾ എന്റെ അമ്മോ, എത്ര ഗുളിക മുത്തശ്ശി കഴിക്കുന്നേ. ഇതൊരു പെയിൻ കില്ലറും വൈറ്റമിൻ ADCക്ക് പഠിച്ചിരുന്നു. 3 വർഷം മുൻപാണെന്ന് മാത്രം. ഓ, പിള്ളേരൊക്കെ എത്ര വേഗമാ. നിനക്കും ആയി. നിന്റെ ഒരു എസ് കിട്ടിയാ മതി. അതും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മുത്തശ്ശിയോട് പറഞ്ഞാ മതി. 5 എണ്ണമില്ലേ എലിജിബിൾ. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യും. കല്യാണത്തിന്റെ കാര്യമൊക്കെ വിശദമായിട്ടൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആ ശരി സാറേ. ആ മുത്തശ്ശിയെ കോഫിയും. ആ കുട്ടികൾ വല്ലതും കഴിച്ചോ ആവോ? അയ്യോ, ചെറിയ കുട്ടികൾക്ക് പാല് കൊടുക്കാം. വലിയ ഒരല്പം മട്ടുണ്ടല്ലേ. सब आराम से लेट घूम रहे थे. उसे लग रहा था कि वो 2 दिन तक रहेंगे. वो तो लंबा रहने के लिए आ गए. അതാരാ? ആമി, ബാലമാമയുടെ മകൾ അഭിരാമി. ആ, അവള് വരട്ടെ. അതിനു മുമ്പ് ഇക്കൂട്ടത്തിൽ ലവൾ ഉണ്ടോന്ന് क्या कर रहे हैं? उनके कमरे में डाल देंगे उसे. ऐसे क्यों कर रहे हैं? ആമിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. യാ റിയലി. അവളും കൂടി വന്നാലേ വെക്കേഷൻ അടിപൊളിയാവൂ. എവിടെ നോക്കൂ, ഇറ്റ്സ് എ കിറ്റൻ. देख रहे हो ना? अभी अंदर चला गया उनसे मिलने. കുട്ടി ഇങ്ങോട്ട് വന്നായിരുന്നു. യെസ്, നിങ്ങളുടെയാണോ? ഹേയ്, എവിടുന്ന് വലിഞ്ഞു കയറി വന്നാ ശല്യമായി. ഞങ്ങൾ അതിനെ കൊല്ലാൻ പോവാ. കൊല്ലാനോ? ഓ, मुसलमान नहीं जा रहा हो. കൈ പൊക്കിയാ കൊള്ളാം. എന്താ നിങ്ങൾ പറയുന്നത്? വാട്ട്സ് റോങ് വിത്ത് യു? ദാ പൂച്ച നിങ്ങളുടെ ആണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. अच्छा, उसी लड़की के बारे में पूछना चाह रहा है. What's your problem, Mr. Dennis? എന്താ वो सोचा इनमें से वो problem? लड़की जिसने भेजा हो. പ്രോബ്ലം बिल्ली को. ये इनमें से है പ്രോബ്ലം नहीं वो लड़की. वो भाग गई. आ गया उसका दोस्त. पिटाई हो गई इनकी. उसका दादा भी आ गया. ओ, उसका दादा देख लिया. താമസം മാറ്റിക്കോണം. से രണ്ടുപേരും बाहर निकाल दिया. उनका ही कर रहा जब क्यों यार चली गई रहने. നാണക്കേട്. മുത്തശ്ശന്റെ മുമ്പിൽ ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മൾ നീ ദേഷ്യപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയി. നീ പോടാ പരമത. അതെ, നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ തെണ്ടിന്ന് വിളിച്ച് പറഞ്ഞ കാര്യമില്ല. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ എല്ലാം കൂടി അന്വേഷിക്കായോ? അല്ല, പ്രായപൂർത്തി. അയ്യോ, മണി, മണി, ടെലിഫോൺ മണി അടിക്കണേ. दादा आ गया वो. बच गया फिर. ഹലോ, യെസ്, ആരാ? ആമി ചേച്ചാ? आमी? മുത്തശ്ശാ? हाँ, इनकी बहन अम्मी भी है. एक और बहन है इनकी कोई. अच्छा, वही तो नहीं हुई कहीं. हो सकता है वही हो. वो क्यों नहीं आए फिर? इतना सारा आ गया. ഞാൻ സംസാരിക്കാം. ഒന്ന് മാറില്ല അങ്ങോട്ട്. ഹലോ, വളരെ അതെ, ഫീബിളാണ്. താമസം ഒന്നും ബാക്കി കേൾക്കാൻ വയ്യ. മല്ലന്നൂരോ? എവിടെ? ഹലോ ഹലോ, है? ഞാൻ രവിയ. फोन कट गया. ഹലോ. കട്ടായി. ഈ പിള്ളേരുടെ ബഹളം കേട്ടാ തോന്നും ഇവിടെ എന്തോ ആപത്ത് സംഭവിച്ചു. ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആ, രാവിലെ അവളെ जाना पड़ेगा 7 हाँ, किलोमीटर दूर. എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. मल्लनूर में. രവിത, ഞങ്ങള് ഔട്ട് ഔട്ട്. भगा दिया.
पहुंच गए। വരുന്ന ബസ്സുകളെല്ലാം ശ്രദ്ധിച്ചു നോക്കണം. വരുന്ന എല്ലാ ബസ്സും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അഭിരാമി വരുന്ന ബസ്സിൽ जगह കോളേജിന്റെ अच्छी है, वो है। ആള് ചില്ലറക്കാരിയെല്ലാം തോന്നുന്നു. എന്തായിരുന്നു മറ്റു പിള്ളേരുടെ ഒരു ബഹളം ഫോൺ വന്നപ്പോ? ഹ്, അവളോ ഇന്റർനാഷണൽ കുഴപ്പക്കാരിയിൽ ദാ ബസ്. സെന്റ് ഫിലോമിനാസ് കോളേജ്. ഹലോ സ്റ്റോപ്പ്. चलती आ रही हो? सुन रही थी वो। तो रो रही है? जैसे रोते क्यों आ रही है? ആമി हाँ।